ഹായ്, ഐ ആം സുധാർ. വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ ഞാൻ രണ്ടാമത് ചെയ്ത ഷോർട്ട് ഫിലിം നന്ദു, ആ സിനിമയിലേക്ക് എത്തിയതും അതിൻ്റെയൊക്കെ രസകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അല്ല, ഞാനൊരു നാടകത്തിൻ്റെ കാര്യമായിട്ട് നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നായിരുന്നു. ഏട്ടനും അനിയനുള്ളൊരു ചെറിയ തല്ല്, ആ ഒരു വിഷയത്തിൽ നിന്നാണ് എനിക്കിങ്ങനൊരു ത്രെഡിലേക്ക് എത്തിയത്. അനിയൻ എന്താ വെച്ചാൽ ഈ നമ്മളെ വേസ്റ്റൊക്കെ അല്ലേ, ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വേസ്റ്റ് പറമ്പിൽ കൊണ്ടിടുമ്പോൾ അതിങ്ങനെ ചെറുപ്പം മുളയ്ക്കാറുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ മുളച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അനിയൻ എന്ത് ചെയ്യും, അതൊക്കെ കൊത്തി പറിച്ചെടുത്തിട്ട് ചെറിയ കവറിലാക്കി ആക്കിയിട്ട് കുഴിച്ചിടാറുണ്ട്. ഞാനും കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതും ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ വന്നിട്ട് എന്ത് ചെയ്തു, ഇവൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അനിയനെ വെറുതെ ചൂടാക്കാനൊക്കെ ആയിട്ട് ബ്രഷൊക്കെ ചെയ്യുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ കൂടെ തുപ്പുക. ഏട്ടനും അനിയനും ചെറിയുള്ള ക്ലാഷാണ്. ഞാനും കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന സംഭവമായിരുന്നു, വിഷയമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ തൈകളൊക്കെ പറിച്ചെടുത്തിട്ട് അത് കുഴിച്ചിടുന്നത്. അപ്പോൾ അവനും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വളരും തോറും ഞാൻ അതിനൊക്കെ വിട്ടുപോകുന്നു. പ്രകൃതി അല്ലെങ്കിൽ അങ്ങനത്തെ ചെടികൾ ഇതിലേക്കൊക്കെയുള്ള കണക്ഷൻ ഞാനും വിട്ടുപോകുന്നു. അതൊരു ഭയങ്കര ഇതായിട്ട് തോന്നി എനിക്ക് ആ സമയത്ത് കണ്ടപ്പോൾ. എനിക്ക് തോന്നുന്നു പക്വത കൂടുന്തോറും നമ്മൾ പ്രകൃതിയിൽ നിന്ന് എത്രയോ വിട്ടുപോരുകയാണ് എന്നുള്ളതൊക്കെ തോന്നി എനിക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ്, കാടിൻ്റെ അകത്താണ്. വളരെ മനോഹരമായ പ്രകൃതിയും കാറ്റും. അപ്പോൾ ആ ഒരു പ്രകൃതി, ആ ഒരു പച്ചപ്പും ഇതെന്നൊക്കെ ഞാൻ എത്രയോ വിട്ടു പോന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ പാറക്കല്ലുകൾ പോലൊക്കെ എൻ്റെ മനസ്സ് മാറിപ്പോയോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പ്രകൃതിയോട് എത്രയോ വിട്ടു പോന്നിട്ടുണ്ട്. കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പ്രകൃതിയോടുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ട്. പക്വത കൂടുന്തോറും നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കല്ലേ വേണ്ടത്. ഞാൻ അതിന് എത്രയോ വിട്ടു പോകുന്ന പോലെയൊക്കെ തോന്നി. നമ്മളെല്ലാവരും, ഞാൻ ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റിയും അവൻ്റെ അനിയനും അത് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയാകുമ്പോൾ മനസ്സിൽ നിന്ന് ഞാൻ വലുതാകുമ്പോൾ ചിലപ്പോൾ അവനും അതൊക്കെ വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ ഭാവിയിലും പ്രകൃതി വിട്ടുപോയേക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്തു, വീട്ടിൽ ചെന്നിട്ട് അമ്മേനോട് പറഞ്ഞു, പറമ്പിൽ കാണുന്ന ചെറിയ തൈകളൊക്കെ പറിച്ചെടുത്തിട്ട് അത് അവൻ കുഴിച്ചിടുന്നുണ്ട്. ഇത് നല്ലൊരു വിഷയമാണ്, ഒരു സ്ക്രിപ്റ്റിക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു ചെറിയ വിഷയമാണെങ്കിലും നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും അമ്മയും ഡിസ്കസ് ചെയ്തിട്ട് അത് സ്ക്രിപ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിട്ട് എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നി. നല്ല രസമായിട്ടുള്ളൊരു ഒരു ത്രെഡല്ലേ അത്. എൻ്റെ അനിയൻ അദ്വൈത്, അവനാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അവൻ ചെറിയ കുട്ടിയല്ലേ, അവനിങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഷൂട്ട് ചെയ്ത്. ഭയങ്കര രസമായിരുന്നു അതൊക്കെ. അനിയത്തിമാരും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഞാനൊരു ചെറിയ കട്ടയ്ക്കുള്ള സോഫ്റ്റ് ബോക്സൊക്കെ പോലെയൊക്കെ 2 ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ആ വീടിൻ്റെ അകത്തുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത്. ചെറിയൊരു ഔട്ട് ഉണ്ടാക്കിയാലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് അതിൽ. എന്നാലും അത് മേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ. ചെറുതാണെങ്കിൽ വിഷയം ചെറുതാണെങ്കിൽ നമ്മൾ കഴിയുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ മേക്ക് ചെയ്തെടുത്തു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക. ചെറുതും വലുതാവട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഓരോ ലൈക്കും ഷെയറും വരെ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.